മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, തങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായി നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നാളെ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മൾ വിചിന്തനം ചെയ്യുവാൻ വേണ്ടി തിരുസഭ മുന്നോട്ട് വയ്ക്കുന്ന തിരുവചനമാണ് നമ്മൾ കേട്ട വചനം. നമ്മുടെ വചന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് അറിയാവുന്നതാണ്. ആ യാഥാർത്ഥ്യത്തെ മുറുകെ പിടിക്കുന്ന, ആ യാഥാർത്ഥ്യത്തെ ഉറപ്പിക്കുന്ന ഒരു വചനമാണ് ഇന്ന് ഈശോ പറഞ്ഞു വെക്കുക. നമ്മൾ പിതാവായ ദൈവത്തോട് എത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ ചോദിച്ചാലും അത്രയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും എന്നാണ് പറഞ്ഞിരിക്കുക. സഹായകനെ നമ്മളിലേക്ക് അയക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സ്വർഗീയ ഭാഗ്യം സ്വന്തമാക്കാനും നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ആ ഒരു വലിയ ഉറച്ച ബോധത്തോടുകൂടി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദാഹിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയപ്പെടുവാൻ ഈ ദിനങ്ങളിൽ സഭയ്ക്കും ഒപ്പം യേശുവിനും ഒപ്പം സഞ്ചരിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം നമ്മുടെ ജീവിതങ്ങളിൽ വലിയ സ്നേഹത്തിന്റെ തലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പിതാവിനെയും പുത്രനെയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതങ്ങളെ പ്രവർത്തന നിരതമാക്കുക, നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ വലിയ അഭിഷേകം നിറയ്ക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴിയാണ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ അണിച്ചു